भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശ സ്കന്ധ അധ ത്രയോവിംശതിതമോऽധ്യായ. ബാദരായണിരുവാച സ ഏവമാശംസിത ഉദ്ധവേന ഭാഗവതമുഖ്യേന ദാശാർഹമുഖ്യ സഭാജയൻ ഭൃത്യവചോ മുകുന്ദസ്തമാബഭാഷേ ശ്രവണീയവീര്യ. ശ്രീഭഗവാനുവാച ബാർഹസ്പത്യസ വൈ നാത്രാ സാധുർവൈ ദുർജനേരിതൈ ദുരുക്തൈർഭിന്നമാത്മാനം യഃ സമാധാതുമീശ്വര ന തഥാ തപ്യത്തെ വിദ്ധാ പുമാൻ ബാണൈർഹി മർമഗൈ യഥാ തുദന്തി മർമ്മസ്ഥാ ഹ്യസതാം പരുഷേഷവ കഥയന്തി മഹൽപുണ്യമിതിഹാസമിഹോദ്ധവ തമഹം വർണ്ണയിഷ്യാമി നിബോധ സുസമാഹിത കേനചിൽ ഭിക്ഷുണാ ഗീതം പരിഭൂതേന ദുർജനൈ സ്മരതാ ധൃതിയുക്തേന വിപാകം നിജകർമ്മണാം അവന്തിഷു ദ്വിജ കശ്ചിദാസീദാഢ്യതമശ്രിയാ വാർത്താവൃത്തി കദര്യസ്തു കാമീ ലുബ്ധോതി കോപന ജ്ഞാതയോതിഥയസ്തസ്യാ വാങ്മാത്രേണാപി നാർച്ചിതാം ശൂന്യാവസഥ ആത്മാപി കാലേ കാമൈരനർച്ചിത ദുശ്ശീലസ്യ കദര്യസ്യ ദ്രുഹ്യന്തേ പുത്രബാന്ധവാ ദാരാദുഹിതരോ ഭൃത്യാ വിഷണ്ണാനാചരൻ പ്രിയം തസ്യേവം യക്ഷവിത്തസ്യാച്യുതസ്യോഭയലോകത ധർമ്മകാമവിഹീനസ്യ ചുക്രുധു പഞ്ചഭാഗിന തതവധ്യാനവിസ്രസ്ത പുണ്യസ്കന്ധസ്യ ഭൂരിദ അർത്ഥോപ്യഗച്ഛന്നിധനം ബഹ്വായാസപരിശ്രമ ജ്ഞാതയോ ജഗൃഹു കിഞ്ചിൽ കിഞ്ചിൽ ദസ്യവ ഉദ്ധവ ദൈവത കാലത കിഞ്ചിൽ ബ്രഹ്മബന്ധോർ നൃപാർത്ഥിവാൽ സ ഏവം ദ്രവിണേ നഷ്ടേ ധർമ്മകാമവിവർജിത ഉപേക്ഷിതശ്ച സ്വജനൈശ്ചിന്താമാപദുരത്യയാം തസ്യേവം ധ്യായതോ ദീർഘം നഷ്ടരായസ്തപസ്വിന ഖിദ്യതോ ബാഷ്പകണ്ഠസ്യ നിർവേദ സുമഹാനഭൂത് സ ചാഹേദമഹോ കഷ്ടം വൃഥാത്മാമേനുതാപിത ന ധർമായ ന കാമായ യസ്യാർത്ഥായ സ ഈദൃശ പ്രായേണാർത്ഥാ കദര്യാണാം ന സുഖായ കദാചന ഇഹ ചാത്മോപതാപായ മൃതസ്യ നരകായ ച
യശോ യശസ്വിനാം ശുദ്ധം ശ്ലാഘ്യായേ ഗുണിനാം ഗുണാം ലോഭസ്വൽപ്പോപി താൻ ഹന്തി ശ്വിത്രോ രൂപമിവേപ്സിതം അർദ്ധസ്യ സാധനേ സിദ്ധാ ഉത്കർഷേ രക്ഷണേ വ്യയേ നാശോപഭോഗ ആയാസസ്ത്രാസശ്ചിന്താഭ്രമോ നൃണാം സ്ഥേയം ഹിംസാനൃതം ദംഭ കാമക്രോധസ്മയോ മദ ഭേദോ വൈരമവിശ്വാസ സംസ്പർദ്ധാവ്യസനാനി ച ഏതേ പഞ്ചദശാനർത്ഥാ ഹ്യർത്ഥമൂലാമതാ നൃണാം തസ്മാദനർത്ഥമർത്ഥാഖ്യം ശ്രേയോർത്ഥി ദൂരതസ്ത്യജേൽ ഭിദ്യന്തേ ഭ്രാതരോദാരാ പിതരഃ സുഹൃദസ്തഥാ ഏകാ സ്നിഗ്ധാ കാകിണിന സദ്യ സർവേരയകൃതാ അർദ്ധേനാൽപീയസാഹ്യേതേ സംരബ്ധാ ദീപ്തമന്യവ ത്യജന്ത്യാശു സ്പൃധോ ഘ്നന്തി സഹസോത്സൃജ്യ സൗഹൃദം ലബ്ധ്വാ ജന്മാമരപ്രാർത്ഥ്യം മാനുഷ്യം തദ്വിജാഗ്രതാം തദനാദൃത്യ യേ സ്വാർത്ഥം ഘ്നന്തിയാന്ത്യശുഭാം ഗതിം സ്വർഗാപവർഗയോദ്വാരം പ്രാപ്യ ലോകമിമം പുമാൻ ദ്രവിണേ കോനുഷജ്ജേത മർത്യോനർത്ഥസ്യ ധാമനി ദേവർഷി പിതൃഭൂതാനി ജ്ഞാതീൻ ബന്ധുംശ്ച ഭാഗിന അസംവിഭജ്യ ചാത്മാനം യക്ഷവിത്തപതത്യഥാ വ്യർത്ഥയാർത്ഥേ ഹയാ വിത്തം പ്രമത്തസ്യ വയോബലം കുശലായേന സിദ്ധ്യന്തി ജരഢാഹ്യന്നു സാധയേ കസ്മാൽ സംക്ലിശ്യതേ വിദ്വാൻ വ്യർത്ഥയാർത്ഥേ ഹയാ സകൃൽ കസ്യചിന്മായയാ നൂനം ലോകോയം സുവിമോഹിത കിം ധനൈർധനദൈർവാ കിം കാമൈർവാ കാമദൈരുത മൃത്യുനാ ഗ്രസ്യമാനസ്യ കർമ്മഭിർവോത ജന്മദൈ നൂനം മേ ഭഗവാൻ സ്തുഷ്ട സർവദേവമയോ ഹരി യേന നീതോ ദശാമേതാം നിർവേദശ്ചാത്മനപ്ലവ സോഹം കാലാവശേഷേണ ശോഷയിഷ്യംഗമാത്മന അപ്രമത്തോ അഖിലസ്വാർത്ഥേ യദി സ്യാൽ സിദ്ധ ആത്മനി തത്ര മാമനുമോദേരൻ ദേവാസ്ത്രിഭുവനേശ്വര മുഹൂർത്തേന ബ്രഹ്മലോകം ഘട്വാംഗസമസാധയൽ ഇത്യഭിപ്രേത്യ മനസാ ഹ്യാവന്ത്യോ ദ്വിജസത്തമ ഉന്മൂല്യ ഹൃദയഗ്രന്ഥീൻ ശാന്തോ ഭിക്ഷുരഭൂന്മുനി സചാരമഹീമേതാം സംയതാത്മേന്ദ്രിയാനില ഭിക്ഷാർത്ഥം നഗരഗ്രാമാനസംഗോലക്ഷിതോ വിശൽ തം വൈ പ്രവയസം ഭിക്ഷുമവധൂതമസജ്ജനാം ദൃഷ്ട്വാ പര്യഭവൻ ഭദ്ര ബഹ്വീഭിः പരിഭൂതിഭിः കേചിത്രിവേണും ജഗൃഹുരേകേ പാത്രം കമണ്ഡലും പീഠം ചൈകേക്ഷസൂത്രം ച കന്ധാം ചീരാണി കേചന പ്രദായ ച പുനസ്താനി ദർശിതാന്യദുർമുനെ അന്നം ച ഭൈക്ഷ്യ സമ്പന്നം ഭുഞ്ജാനസ്യ സരിത്തടേ മൂത്രയന്തി ച പാപിഷ്ഠാഷ്ഠീവന്തസ്യ ച മൂർധനി യതവാചം വാചയന്തി താടയന്തി ന വക്തി ചേൽ തർജയന്ത്യപരേ വാഗ്ഭീസ്തേനോയമിതി വാദിന ബധ്നന്തി രജ്ജ്വാ തം കേചിൽ ബധ്യതാമിതി ക്ഷിപന്ത്യേകേവ ജാനന്ത ഏഷ ധർമ്മധ്വജഷഠ ക്ഷീണവിത്ത ഇമാം വൃത്തിമഗ്രഹീൽ സ്വജനോജ്ജിത അഹോ ഏഷ മഹാസാരോ ധൃതിമാൻ ഗിരിരാടിവ മൗനേന സാധയത്യർത്ഥം ഭഗവൽ ദൃഢനിശ്ചയ ഇത്യേകേ വിഹസന്ധ്യേനം കേചിദ്ദുർവാദയന്തി ച തം ബബന്ധുർനിരുരുധുർയഥാ ക്രീഡനകം ദ്വിജം ഏവം സാ ഭൗതികം ദുഃഖം ദൈവികം ദൈഹികം ചയൽ ഭോക്തവ്യമാത്മനോദിഷ്ടം പ്രാപ്തം പ്രാപ്തമബുധ്യത പരിഭൂത ഇമാം ഗാഥാമഗായത നരാധമൈ പാതയദ്ഭിः സ്വധർമ്മസ്ഥോ ധൃതിമാസ്ഥായ സാത്വികീം ദ്വിജ ഉവാച
നായം ജനോ മേ സുഖദുഃഖഹേതുർന്ന ദേവതാത്മാ ഗ്രഹകർമ്മകാലാം മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യൽ മനോഗുണാൻ വൈ സൃജത്തെ ബലീയസ്തതശ്ച കർമാണി വിലക്ഷണാനി ശുക്ലാനി കൃഷ്ണാന്യഥ ലോഹിതാനി തേഭ്യഃ സവർണാ ശ്രുതയോ ഭവന്തി അനീഹ ആത്മാ മനസാ സമീഹത ഹിരണ്മയോ മത്സഖ ഉദ്വിചഷ്ടേ മനസ്വലിംഗം പരിഗൃഹ്യ കാമാൻ ജുഷന്നിബദ്ധോ ഗുണസംഗതോസൗ ദാനം സ്വധർമ്മോ നിയമോയമശ്ച ശ്രുതം ച കർമാണി ച സദ്വ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്താ പരോ ഹി യോഗോ മനസഃ സമാധി സമാഹിതം യസ്യ മനഃപ്രശാന്തം ദാനാദിഭിഃ കിം വദ തസ്യ കൃത്യം അസംയതം യസ്യ മനോവിനശ്യൽ ദാനാദിഭിശ്ചേദപരം കിമേഭി മനോവശേന്യേ ഹ്യഭവൻ സ്മ ദേവാ മനശ്ച നാന്യസ്യ വശം സമേതി ഭീഷ്മോ ഹി ദേവ സഹസ സഹീയാൻ യുഞ്ജാദ്വശേ തം സഹി ദേവദേവ തം ദുർജയം ശത്രുമസഹ്യവേഗമരുന്ദുദം തന്ന വിജിത്യ കേചിൽ കുർവന്ത്യ സദ്വിഗ്രഹമത്ര മർത്യൈർ മിത്രാണ്യുദാസീനരിപൂൻ വിമൂഢ ദേഹം മനോമാത്രമിമം ഗൃഹീത്വാ മമാഹമിത്യന്ധധിയോ മനുഷ്യാ ഏഷോഹമന്യോയമിതി ഭ്രമേണ ദുരന്തപാരേ തമസി ഭ്രമന്തി ജനസ്തു ഹേതു സുഖദുഃഖയോശ്ചേൽ കിമാത്മനശ്ചാത്ര ഭൗമയോസ്തൽ ജിഹ്വാം ക്വചിൽ സന്ദശതി സ്വദദ്ഭിസ്തദ്വേദനായാം കഥമായ കുപ്യേൽ ദുഃഖസ്യ ഹേതുർയദി ദേവതാസ്തു കിമാത്മനസ്തത്ര വികാരയോസ്തൽ യദംഗമംഗേന നിഹന്യതേ ക്വചിൽ ക്രുദ്ധ്യേത കസ്മൈ പുരുഷ സ്വദേഹേ ആത്മാ യദി സ്യാൽ സുഖദുഃഖഹേതു കിമന്യതസ്തത്ര നിജസ്വഭാവ ന ഹ്യാത്മനോന്യൽയതി തന്മൃഷാ സ്യാൽ ക്രുദ്ധ്യേത കസ്മാന്ന സുഖം ന ദുഃഖം ഗ്രഹാനിമിത്തം സുഖദുഃഖയോശ്ചേൽ കിമാത്മനോജസ്യ ജനസ്യ തേ വൈ ഗ്രഹൈർഗ്രഹസ്യൈവ വദന്തി പീഡാം ക്രുദ്ധ്യേത കസ്മൈ പുരുഷസ്തതോന്യ കർമാസ്തു ഹേതു സുഖദുഃഖയോശ്ചേൽ കിമാത്മനസ്തദ്ധി ജഡാജഡത്വേ ദേഹസ്ത്വജിൽ പുരുഷോയം സുപർണ ക്രുദ്ധ്യേത കസ്മൈ നഹി കർമ്മമൂലം കാലസ്തു ഹേതു സുഖദുഃഖയോശ്ചേൽ കിമാത്മനസ്തത്ര തദാത്മകോസൗ നാഗ്നേർഹി താപോ ന ഹിമസ്യ തത്സ്യാൽ ക്രുദ്ധ്യേത കസ്മൈ ന പരസ്യ ദ്വന്ദ്വം ന കേനചിൽ ക്വാപി കഥഞ്ജനാസ്യ ദ്വന്ദ്വോപരാഗ പരതപരസ്യ യഥാഹമ സംസൃതിരൂപിണ സ്യാദേവം പ്രബുദ്ധോ ന ബിഭേതി ഭൂതൈ ഏതാം സ ആസ്ഥായ പരാത്മനിഷ്ഠാമധ്യാസിതാം പൂർവതമൈർമഹർഷിഭിः അഹം തരിഷ്യാമി ദുരന്തപാരം തമോ മുകുന്ദാഘ്രിനിഷേവയൈവ ശ്രീഭഗവാനുവാച നിർവിദ്യനഷ്ടദ്രവിണോ ഗതക്ലമാ പ്രവ്രജ്യഗാം പര്യടമാന ഇദ്ധം നിരാകൃതോസദ്ഭിരപി സ്വധർമാദകമ്പിതോമും മുനിരാഹ ഗാധാം സുഖദുഃഖപ്രദോ നാന്യ പുരുഷസ്യാത്മവിഭ്രമ മിത്രോദാസീനരിപവ സംസാരസ്തമസകൃത
തസ്മാൽ സർവാത്മനാ താത നിഗൃഹാണ മനോധിയാ മയ്യാവേശിതയാ യുക്ത ഏതാവാൻ യോഗസംഗ്രഹ യേതാം ഭിക്ഷുണാ ഗീതാം ബ്രഹ്മനിഷ്ഠാം സമാഹിത ധാരയൻ ശ്രാവയൻ ശൃണ്വൻ ദ്വന്ദ്വൈർനൈവാഭിഭൂയത്തെ. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഭിക്ഷുഗീതം നാമ ത്രയോവിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പതിവ് പോലെ ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ഭഗവത് കാരുണ്യത്താൽ 852 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം 11 സ്കന്ധം, ഏകാദശ സ്കന്ധം, അതിൽ 23 അധ്യായം ആണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. വളരെ വലിയ ഒരധ്യായം, ഭിക്ഷുഗീത എന്നറിയപ്പെടുന്ന ഭാഗം. അതാണ് ഈ അധ്യായത്തിൻ്റെ മഹിമയായി നിലനിൽക്കുന്നത്. മറ്റുള്ളവർ ചെയ്യുന്ന അപമാനത്തിൽ നിന്ന് എങ്ങനെ അതിനെ സഹിക്കാൻ സാധിക്കും, അതിനുള്ള വഴി കൂടി ഭഗവാനെ പറഞ്ഞു തരണേ എന്ന് ഉദ്ധവൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുമ്പോൾ ഉദ്ധവൻ്റെ 2 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 2 ശ്ലോകങ്ങളിലൂടെയുള്ള ചോദ്യം, അതോടുകൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം 22 അധ്യായം സമർപ്പിച്ചത്. അതിനുള്ള മറുപടിയായിട്ട് ഭഗവാൻ പറയാനായിട്ട് ആരംഭിച്ചു എന്ന ശ്രീശുഖവാണിയോട് കൂടിയിട്ടാണ് 23 അധ്യായം ആരംഭിക്കുന്നത്. സ ഏവം ആശംസിത ഉദ്ധവേന ഭാഗവതമുഖ്യേന ദാശാർഹമുഖ്യ സഭാജയൻ ഭൃത്യവചോ മുകുന്ദസ്തമാബഭാഷേ ശ്രവണീയ വീര്യ. ഭാഗവതമുഖ്യേന ഉദ്ധവേന, ഭഗവത് ഭക്തന്മാരിൽ ഏറ്റവും മുഖ്യനായ ശ്രേഷ്ഠനായ ഉദ്ധവനാൽ ഏവം ആശംസിത, ഇപ്രകാരം ചോദിക്കപ്പെട്ടിട്ടും ശ്രവണീയ വീര്യ, കേൾക്കാനുള്ള യോഗ്യതയോടുകൂടിയ പരാക്രമത്തോടുകൂടിയ ദാശാർഹമുഖ്യ, ദാശാർഹന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ആ സ മുകുന്ദ, ആ ശ്രീകൃഷ്ണൻ ഭൃത്യവച സഭാജയൻ, ഭൃത്യന്റെ ഭക്തന്റെ വാക്കുകളെ അഭിനന്ദിച്ചും കൊണ്ട് തം ആബഭാഷേ, ആ ഉദ്ധവനോട് പറഞ്ഞു എന്ന് പറയുന്നു. ഭിക്ഷുഗീത എന്താ പറയണത്? ദുർജനങ്ങൾ ചെയ്യുന്ന ഉപദ്രവം മഹാന്മാർക്ക് പോലും അസഹ്യമാണ്. എങ്കിലും ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഇത് സാധിക്കും. ഭിക്ഷുഗീത അതിലെ ആദ്യത്തെ അധ്യായമാണ്. 4 അധ്യായങ്ങളെ കൊണ്ടാണ് ഇത് പറയുന്നത്. ഈ 23 അധ്യായത്തിൽ ഭിക്ഷുഗീത സാരം എന്താ? അതിൻ്റെ സാരം മനഃപരം കാരണമാമനന്തി, മനസ്സാണ് എല്ലാത്തിനും കാരണമെന്നാണ്. ഇപ്പോൾ 24 അധ്യായത്തിൽ പ്രകൃതി പുരുഷ വിവേകത്തെക്കുറിച്ചും സഹനശക്തിയെ ബലപ്പെടുത്താൻ അതിലൂടെ സാധിക്കുമെന്നും ഗുണവൃത്തികളെ ജയിക്കാതെ സഹനശക്തി ഉറക്കിയില്ല എന്നും 25 അധ്യായത്തിലും 26 അധ്യായത്തിൽ വിഷയസംഗം ഉപേക്ഷിച്ച് സത്സംഗം നേടണം, അത് സഹനശക്തി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുമെന്നും പറയുന്നു. അപ്പം 4 അധ്യായങ്ങളെ കൊണ്ടാണ് ഉദ്ധവന്റെ 2 ശ്ലോകങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഭഗവാൻ മറുപടി പറയുന്നത്. അതിൽ ഭിക്ഷുഗീതയാണ് 23 അധ്യായത്തിൽ പറയുന്നത്. ഭഗവാൻ പറയുകയാണ്, ബാർഹസ്പത്യ സവൈ നാത്ര സാധുർവൈ ദുർജനേരിതൈ ദുരുക്തൈർഭിന്നമാത്മാനം യ സമാധാതുമീശ്വര.
ബാർഹസ്പത്യ, ബൃഹസ്പതിയുടെ ശിഷ്യന്മാരിൽ മുഖ്യനായിരിക്കുന്നവനെ. അല്ലയോ ഉദ്ധവ, ദുർജനേരിതൈ ദുരുക്തൈഹി, ദുഷ്ടന്മാർ പ്രയോഗിക്കുന്ന മോശം വാക്കുകൾ, ദുർവാക്കുകൾ കൊണ്ട് ഭിന്നം ആത്മാനം, മുറിക്കപ്പെട്ട മനസ്സിനെ സമാധാതും യ ഈശ്വര, സമാധാനിപ്പിക്കാൻ ആർക്കാണോ സാധിക്കുന്നത്, സവൈ സാധു, ആ സജ്ജനം അത്ര നവൈ, ഈ ലോകത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നതാണ്. ഉദ്ധവ, നിന്റെ ചോദ്യം വളരെ നന്നായി. കാരണം ദുർജനങ്ങൾ പ്രയോഗിക്കുന്ന മോശപ്പെട്ട വാക്കുകളെ സഹിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. മനസ്സിനെ സമാധാനിപ്പിക്കാൻ അത്രയും ശാന്തിയുള്ള ഒരാൾ ഈ ലോകത്തിൽ ഇല്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ നിന്റെ സംശയം വളരെ യോഗ്യമാണ്, യോജിച്ചതാണ്. സന്ദേഹം ന്യായമാണ് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞപ്പോൾ അത് ഉദ്ധവന് വലിയ സന്തോഷം ഉണ്ടാക്കി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചോദ്യം നന്നായി. ക്ലാസ്സിലൊക്കെ കുട്ടികളെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അധ്യാപകൻ എന്തു പറയണം? നിന്റെ ചോദ്യം വളരെ നന്നായി, ഞാൻ ഇതിനുള്ള മറുപടി പറയാം എന്ന് പറഞ്ഞിട്ട് വേണം പറയാൻ. അല്ലാതെ ഇതെന്ത് ചോദ്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനോവീര്യം തകരും. മറിച്ചായിക്കഴിഞ്ഞാൽ ആ ഉള്ളിലെ ജിജ്ഞാസയെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുന്നതാവും നിന്റെ ചോദ്യം വളരെ നന്നായി എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്ക് അത് ശ്രദ്ധിക്കാനുള്ള താല്പര്യം കൂടും. ഒരിക്കലും ഒരു സംശയം ഉണ്ടാകുമ്പോൾ അവരോട് ദേഷ്യപ്പെടല്ല വേണ്ടതെന്ന്. വളരെ ന്യായമായി, വളരെ ശ്രദ്ധയോടുകൂടി അവർക്കത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിലൂടെ അവർക്കും ശ്രദ്ധയുണ്ടാവും, അവർക്കും ജ്ഞാനമുണ്ടാവും. ഭഗവാൻ ലോകത്തിന് തൻ്റെ വാക്കുകളിലൂടെ കാണിച്ചു തരികയാണ് ഒരു ഗുരുനാഥൻ എങ്ങനെ വേണം. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ന തഥാ തപ്യതേ വിദ്ധാ പുമാൻ ബാണൈർഹി മർമ്മഗൈ യഥാ തുദന്തി മർമ്മസ്ഥാ ഹ്യസതാം പരുഷേഷവ. അസതാം പരുഷേഷവ, അസത്തുക്കളുടെ കഠിനമായിരിക്കുന്ന വാഗ്ബാണങ്ങൾ മർമ്മസ്ഥ യഥാ തുദന്തി, മർമ്മങ്ങളിൽ ചെന്ന് എങ്ങനെയാണോ തുളച്ചു കയറുന്നത്, തഥാ അത്തരത്തിൽ മർമ്മഗൈ ബാണൈഹി, മർമ്മത്തിൽ പ്രവേശിച്ച ശരങ്ങൾ കൊണ്ട് വിദ്ധഹ പുമാൻ ന തപ്യത, ദേഹത്തെ കൊള്ളുന്ന ബാണങ്ങളെക്കാൾ വലുതാണ്, വപുസ്സിൽ തറയ്ക്കുന്ന ബാണങ്ങളെക്കാൾ കഠിനമാണ് മനസ്സിൽ തറയ്ക്കുന്ന ഇത്തരത്തിലുള്ള വാഗ്ബാണങ്ങൾ, വാഗ്വജ്രങ്ങൾ എന്നൊക്കെയാണ്. ദുർജനങ്ങൾ പറയുന്ന ദുർവാക്കുകളാകുന്ന ശരങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെന്നങ്ങോട്ട് തറയ്ക്കുമ്പോൾ അത് നാം കാണുന്ന തരത്തിലുള്ളൊരു ശരമല്ല. പക്ഷേ ആ വാക്കുകളാകുന്ന ശരം ഉള്ളിൽ അങ്ങോട്ട് തട്ടുമ്പോൾ ജനങ്ങൾ വല്ലാതെ വേദനിക്കും. ഒരു പക്ഷേ നമ്മൾ മരിച്ചുപോയേക്കാവുന്ന തരത്തിൽ നമ്മുടെ മർമ്മത്തിലേക്ക് അയക്കുന്ന സാധാരണ ബാണങ്ങൾ പോലും ഒരാളെ ഇത്രയധികം വേദനിപ്പിക്കില്ല. ജീവസ്ഥാനത്തെ പിളർക്കാനുള്ള ശക്തി പോലും വാഗ്വജ്രങ്ങൾക്കുണ്ട് എന്നാണ്. അതുകൊണ്ട് അത് സഹിക്കാൻ പാകത്തിന് ശാന്തിയുള്ള സജ്ജനങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്. കഥയന്തി മഹത് പുണ്യം ഇതിഹാസമിഹോദ്ധവ തമഹം വർണ്ണയിഷ്യാമി നിബോധ സുസമാഹിത. ഉദ്ധവ, ഈ കാര്യത്തിൽ മഹത്ത് പുണ്യം, ഉത്കൃഷ്ടവും പുണ്യം നിറഞ്ഞതുമായ ഇതിഹാസം കഥയന്തി, ഞാനൊരു കഥ പറയാം. തം അഹം വർണ്ണയിഷ്യാമി, അത് ഞാൻ നല്ലപോലെ വർണ്ണിക്കാം. സുസമാഹിത, ഏറ്റവും ഏകാഗ്രതയോടുകൂടി മനസ്സുറപ്പിച്ച് മേ നിബോധ, എന്നിൽ നിന്ന് കേട്ടോളൂ. വളരെ പ്രയാസമുള്ള കാര്യം നിവർത്തിക്കാനും വഴിയുണ്ട്. അല്ലാതെ അത് പ്രയാസമുള്ളതാന്ന് പറഞ്ഞ് ഉപേക്ഷിക്കല്ല വേണ്ടതാണ്. മനസ്സ് സ്വാധീനപ്പെടുമ്പോൾ അതിന് കഴിവുണ്ടാവും. എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മനസ്സ് കൈവിട്ടു പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. സ്വന്തം ശ്രമം കൊണ്ട് മനസ്സിനെ വശത്താക്കുന്നതല്ലാതെ വേറെ ഒരു വഴിയില്ല. മഹാജനങ്ങൾ എങ്ങനെയാണ് മനസ്സിനെ സ്വാധീനപ്പെടുത്തിയതെന്ന് അറിഞ്ഞാൽ നമുക്കും അതുപോലെ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ദുർജനങ്ങൾ പറയുന്ന ദുർവാക്കുകൾ മനക്ഷോഭം കൂടാതെ സഹിക്കാനുള്ള വഴിയുണ്ടാക്കാൻ ഞാൻ ഒരു കഥ പറഞ്ഞു തരാമെന്നാണ്. മനസ്സിരുത്തി കേട്ടോളൂ. മനോജയം അസാധ്യമാണെന്ന് കരുതി അതിനെ ശ്രമിക്കാതിരിക്കുകയല്ല വേണ്ടത്, അതിനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായും അത് സാധിക്കും. ഉത്തമന്മാരങ്ങനെയാണ്. സർവ്വസാധാരണമായ കാര്യം എല്ലാവർക്കും നടത്താൻ സാധിക്കും.
വളരെ വിശേഷമായിട്ടുള്ള കാര്യം സാധിക്കുക, അതിലാണല്ലോ കേമത്വം. അസാധ്യമെന്ന് ഉപേക്ഷിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി കേമത്തുള്ളതാണ്, അല്ലേ? ആദ്യം കഷ്ടപ്പെട്ടാലും അവസാനത്തിൽ വലിയൊരു ആനന്ദത്തിലേക്ക് എത്തും. അങ്ങനെ ആ കാര്യങ്ങൾക്ക് പരിശ്രമിക്കുന്ന ആളുകളാണ് ഉത്തമന്മാര്. ഭഗവാൻ ആദ്യം അസാധ്യമെന്ന് പറഞ്ഞു, പിന്നെ അത് സാധ്യമാക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. സാധാരണ ആളുകൾക്ക് തീർച്ചയായും അസാധ്യമാണ്. കേനചിൽ ഭിക്ഷുണാഗീതം പരിഭൂതേന ദുർജനൈഹി സ്മരതാധൃതിയുക്തേന വിപാകം നിജകർമ്മണം. ദുർജനൈഹി ദുർജനങ്ങളാൽ, പരിഭൂതേന അപമാനിക്കപ്പെട്ട, കേനചിൽ ഭിക്ഷുണ ഒരു സന്യാസിയാൽ, നിജകർമ്മണാം വിപാകം തൻ്റെ കർമ്മങ്ങളുടെ പരിഭാഗത്തെ, സ്മരത ഓർക്കുന്നവനായിട്ട്, ഗീതം ഈ ഗാനം ചെയ്യപ്പെട്ടതാണെന്നാണ്. പ്രകൃതകാര്യം സാധിക്കാൻ ഉപകരിക്കുന്ന മാർഗം ഞാനിതാ ഉപദേശിച്ചു തരാം. കാരണം ദുർജനങ്ങൾ ഉപദ്രവിച്ച സമയത്ത് താൻ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ദുർജനങ്ങൾ എന്നെ ഇപ്പോൾ ഉപദ്രവിക്കുന്നതിന് കാരണമായത് എന്ന ഓർമ്മ വന്നപ്പോൾ മനക്ഷോഭം ലവലേശമില്ലാതെ ഒരു സന്യാസി ഒരു പാട്ടുപാടി. ആ പാടിയ കഥയാണ് ഞാനിപ്പോൾ ഇതാ പറഞ്ഞു തരുന്നത്. അപ്പൊ സ്വകർമ്മഫലം അനുഭവിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. സുഖദുഃഖാനുഭവത്തിന് കാരണം പ്രാരബ്ധം മാത്രമാണ്. അത് ദൃഢമായി ഉറയ്ക്കുന്നവർക്ക് എന്തുണ്ടാവും? ഈ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ധൈര്യം ഉണ്ടാവുമെന്നാണ്. അതുകൊണ്ട് ഇത് കേട്ടോളൂ എന്ന് പറയുകയാണ് ഭഗവാൻ. ആ രംഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കക്ഷപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി